എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൂന്തോട്ടത്തിലേക്ക് നമ്മൾ പുതിയ കുറച്ച് അതിഥികളെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഗായ്സ്. അപ്പം ഞാൻ പോയിട്ട് കുറേ ചെടികൾ വാങ്ങിയിട്ടുണ്ട്. അതായത് നിറയെ റോസാപ്പൂക്കളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെടികൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് ഞാനിങ്ങനെ വെച്ചിട്ട് കുറേ ചെടികൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. എവിടെയാണ് വെക്കുക അല്ലെങ്കിൽ എങ്ങനെയാണോന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നൊക്കെയാണ് കേട്ടോ. ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ, എന്നാലും എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ചുമന്ന പൂക്കളുള്ള റോസ് ഉണ്ടല്ലോ, അതെടുത്ത് മുകളിലേക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഒരു 10-14 പൂക്കളുണ്ട്, കുറേ അധികം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വെള്ള റോസാണ് കേട്ടോ, നല്ല മഞ്ഞ് പോലത്തെ വെള്ള റോസ്. പിന്നെ ഇതൊരു ബ്ലാക്ക് റോസാണ് കേട്ടോ. ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയൊരു കറുപ്പ് ഷെയ്ഡ് ഉണ്ട്, അതിനെയാണ് ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചില ഫോട്ടോസിലൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ ഒരു റോസ്. അതൊരു ജസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തന്നതാണ്. പിന്നെ എക്കാലത്തെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മഞ്ഞ റോസ്. പിന്നെ ഈ വെള്ള റോസ് നിറയെ പൂക്കളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ചട്ടിങ്ങ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഈ പിങ്ക് റോസ് കേട്ടോ, ഇത് ചെറിയൊരു റോസാണ്. പിന്നെ വെള്ള റോസിൽ നിറയെ പൂക്കളുണ്ട്, അതുപോലെ തന്നെ മൊട്ടുകളുണ്ട് കേട്ടോ. അപ്പം ഇത് ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴും പൂക്കൾ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞു തന്നത്. അതിന് വേണ്ട വളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. എന്നാൽ ഇത് ദിവസവും പൂക്കൾ ഉണ്ടാവണ കൊല പൂക്കൾ ഉണ്ടാവണ വെള്ള റോസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുമാതിരി പൂക്കളും ചെടികളും ഒക്കെ. എനിക്ക് കണ്ടിട്ടും മതിയാവണില്ല കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താ പറയുക, എനിക്ക് മഞ്ഞ പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഉണ്ടല്ലോ, എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോൺ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ മറന്നുപോയി. പക്ഷേങ്കിൽ അവിടെ നിറയെ ചെടികളായിരുന്നേ. നിറയെന്ന് വെച്ചാൽ ഈ വെള്ളപ്പൂക്കളൊക്കെ കുറേ സ്ഥലം നിറയെ വെള്ളപ്പൂക്കൾ ഇങ്ങനെ കാട് പിടിച്ച മാതിരി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിലുള്ളതിൽ ഞാൻ കുറച്ചിങ്ങ് വാങ്ങിയിട്ടോ. എന്തായാലും നമുക്ക് ഈ വർഷം ഈ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് ഈ ചെടികളോടും പൂക്കളോടും കിളികളോടും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചെടികൾ നടാൻ ഭയങ്കര കാര്യമായിട്ടുണ്ട് കേട്ടോ, ആഗ്രഹമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കൂടുതൽ സമയവും ഇപ്പം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബാൽക്കണിയിലാണ് കേട്ടോ. എപ്പോഴും ഞാൻ വന്നിട്ട് ചെടികളോട് മുട്ടുണ്ടോ, പൂ വിരിയോ, ഇന്ന് വിരിയോ, നാളെ വിരിയോ, ഇങ്ങനെയൊക്കെ നോക്കി ഇരിക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ സീറ്റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൂച്ചെടികളൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. അതിൽ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി കേട്ടോ. ഞാൻ ഇതുവരെ ഇതുപോലെ ഒരു റെഡ് റോസ് നിറയെ പൂത്ത് കിടക്കണ ഒരു ചെടി ഞാൻ കണ്ടിട്ടില്ല. അത് ഒറ്റ റോസാണെന്ന് പറയൂലല്ലേ, 2 ചെടികൾ നിൽക്കണ പോലെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഒറ്റ റോസാണ്, ഒരു ചട്ടിയിലുള്ളതാണ് കേട്ടോ. നിറയെ പൂക്കൾ പൂത്തിട്ടുണ്ട്. ഇനി അതിൽ നിറയെ മുട്ടുകൾ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇവിടെ വരും ഈ ചെടികൾ. ഇപ്പോൾ എനിക്കിത് വീട്ടിനകത്തിരുന്നാൽ ഈ ചെടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ആദ്യം ഞാൻ നമ്മൾ അന്ന് വാങ്ങിയ കൊങ്ങിണി ചെടിയില്ലേ, അതെടുത്ത് ഞാൻ താഴത്തേക്ക് വെച്ചു. അതിനുശേഷം ഞാൻ റെഡ് റോസ് എടുത്ത് വെച്ച് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി റെഡ് വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വൈറ്റ് വെക്കുമ്പോഴത്താണ് ഭംഗി വരാമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ വെള്ള ബോർഗൺവില്ല ഞാൻ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ, വെള്ള വാങ്ങാൻ അവിടെ നിറയെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ള റോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം ഈ ബോർഗൺവില്ലേൻ്റെ കൂടെ വെള്ളപ്പൂക്കൾ കിടക്കുമ്പോഴാണ് അതിനൊരു ഭംഗി വരിക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചതെന്ന് വെച്ചാൽ മറ്റേ ബ്ലാക്ക് റോസ് എന്ന് ഞാൻ പറഞ്ഞില്ല, അതിനെ കൊണ്ട് കാണിച്ചത്. പക്ഷേ അത് വീഡിയോയിൽ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ റെഡ് എടുത്ത് താഴെ വെച്ചിട്ട് വീണ്ടും വെള്ള എടുത്ത് വെച്ച് നോക്കുകയാണ്.
അപ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ ലുക്ക് കറക്റ്റായിട്ട് വന്നത് കേട്ടോ. ഞാൻ വീണ്ടും വന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എനിക്ക് എത്ര വെച്ചിട്ടും അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ അത് ഞാൻ രണ്ടും കൂടെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി. അപ്പോഴത്തേക്കും അതൊരു വൃത്തികേട് പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ വീണ്ടും അത് എടുത്ത് മാറ്റിയിട്ട് വെള്ള തന്നെ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ രണ്ട് വശത്തും വെള്ള വെച്ചു. നടുക്ക് നമ്മുടെ ബോർഗൻവില്ല, ബാക്കിയൊക്കെ താഴത്തേക്ക് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പോയി നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ റോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിറയെ പൂക്കളാണ്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നീട് പൂക്കാനായിട്ട് നമ്മൾ എന്ത് വളമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. അതിനകത്ത് നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് നിറയെ പൂക്കളിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ട് നമ്മുടെ ഈ വെള്ള റോസ് സത്യം പറയാലോ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മുന്നേയൊക്കെ ആണെങ്കിൽ ചെടികളൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെയല്ല, ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്ന് പൂക്കളോടൊക്കെ ഒന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും കേട്ടോ. അതൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് നിറയെ പൂക്കൾ, അവിടെ കുറച്ച് മണി പ്ലാന്റ് മാത്രമേ നമ്മളെ കൈവശമുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും വന്ന് വെള്ളം എടുത്ത് വെച്ച് തുറട്ടെടുത്ത് താഴത്ത് വെച്ചിട്ട് വെള്ളം എടുത്ത് വെച്ച് കേട്ടോ. ഇതൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇതിന് മുഴുവൻ വട്ടാണല്ലോ ദൈവമേ എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല കേട്ടോ. ഇത് പൂക്കളെയും ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവർക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു മൊട്ട് വന്ന് അത് വിരിഞ്ഞൊരു പൂവായി കിട്ടുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഈ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. അത് ഈ ചെടി സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും കേട്ടോ. അല്ലാതെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാരൊക്കെ പറയും ഇതിന് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേങ്കിൽ വേറെ പണിയില്ലേന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിയാവോ അതിൻ്റെ ഒരു ഫീൽ എന്താണെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് ഗായ്സ്. അപ്പോൾ എനിക്കിതിപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് അകത്തിരുന്നാൽ ഈ പൂക്കൾ കാണാം. അവിടെ ചെറിയ വെയിലും അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോസൊക്കെ നടുമ്പോഴത്തേക്കും വെയിലടിക്കണമല്ലോ. അപ്പം നിങ്ങൾ എന്നെ ക്ലോസ് ആയിട്ട് അധികം കണ്ടിട്ടില്ലല്ലോ, കൂടുതലും എൻ്റെ ദൂരത്തുള്ള വ്യൂവിലേക്ക് ഉള്ള കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ എന്തിനെ പറ്റിയോ നിങ്ങളോട് സംസാരിക്കുകയാണ് ഗായ്സ്. പക്ഷേ എങ്കിൽ എനിക്ക് അമ്പലത്തിൽ പാട്ടിരിക്കുന്ന കാരണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇതിനെ പറ്റി എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വലിയ കാര്യമായിട്ട് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ അമ്പലത്തിൽ പാട്ട് ഇട്ടിരിക്കുന്ന കാരണം എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് എൻ്റെ ക്ലോസ് വ്യൂ കേട്ടോ. അപ്പം ഞാൻ വീണ്ടും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഈ ചെടികളൊക്കെ എൻ്റെ പഴയ ചെടികളാണ്. പക്ഷേ പുതിയ ചെടികൾ വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ പഴയ ചെടികളെടുത്ത് മാറ്റുന്നത് ശരിയല്ലല്ലോ. നമ്മൾ അതിനെയും സ്നേഹിച്ചാണ് വളർത്തിയത്. മുല്ലച്ചെടിയുണ്ട്, നമ്മുടെ കുറേ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സ്നേഹിച്ചാണ് വളർത്തിയത്. അപ്പോൾ പുതിയ ചെടികൾ വന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഈ പഴയ ചെടികളെടുത്ത് മാറ്റില്ല കേട്ടോ. അപ്പോൾ അതേ നോക്കിയേ എന്ത് രസമാണ് നോക്കിയേ, മഞ്ഞ് വീണത് മാതിരിയുള്ള വെള്ള റോസും എൻ്റെ ചുവന്ന റോസും എൻ്റെ മഞ്ഞ റോസും ഒക്കെ കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുകയാണ്. ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ പിന്നെ ഇനി എൻ്റെ ചെടികളിലും പൂക്കളും ഒക്കെ ഇനിയും ഞാൻ വാങ്ങാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെയൊക്കെ വേറെ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാം. അപ്പോൾ നിങ്ങളും ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വളർത്തുക, മനസ്സിന് സന്തോഷം കിട്ടും. ഉറപ്പായിട്ടും എനിക്കിത് തെറാപ്പി ആയിട്ടാണ് തോന്നുന്നത്. എൻ്റെ മനസ്സിന് വലിയ സന്തോഷമായിരുന്നു ഗായ്സ്. അപ്പോൾ ഇതേ നോക്കിയേ എന്ത് രസമാണ് നോക്കിയേ എൻ്റെ ചെടികൾ കാണാനായിട്ട്. വീടിൻ്റെ ലുക്കേ മാറിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ റോസിനോടുള്ള സ്നേഹം നമുക്ക് ഒരിക്കലും മാറില്ല കേട്ടോ. നമ്മൾ എത്ര ചെടികൾ വാങ്ങി വെച്ചാലും റോസ് വാങ്ങി വയ്ക്കുന്ന മാതിരി ഒരു
സന്തോഷം എനിക്ക് കിട്ടില്ല കേട്ടോ. ഈ ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ക്ലോസ് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ വല്ല വീടിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് കണ്ട് കൊതിയാവും, നോക്കി പോകും കേട്ടോ. ആഹാ, അവിടെ എന്ത് രസമല്ലേ പൂക്കൾ പൂത്ത് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി നോക്കി പോകാനാണ് നമ്മുടെയൊക്കെ ഒരു യോഗം. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് സ്വന്തമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇമാതിരി ഒരു ചെടികൾ. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. എന്താ രസമല്ലേ, നോക്കിയേ. കണ്ടിട്ടും ഇനിയും വീഡിയോ എടുത്ത് ഇടണമെന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഇത്രയ്ക്ക് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പം എന്താ പറയുക, നിങ്ങൾ എൻ്റെ പേര് നിഷ എന്നാണ് കേട്ടോ. ഞാൻ ഈ വ്ളോഗ്സൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും ഇപ്പം പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും എൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ കുറേ ചെടികൾ വാങ്ങണം, പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കുറേ വ്ളോഗ്സുമായിട്ട് വരും. അതുവരെ ടാറ്റ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റ.